സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അടുപ്പം കാണിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരെ തിരിച്ചറിയാൻ കഴിയാതെ പോയാൽ അത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അയാളുടെ അവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പറയുന്ന ഓരോ വാക്കും കേൾക്കുന്നവരുടെ മനസ്സ് തകരുന്നതാണോ എന്നും കൂടി ചിന്തിക്കുക. മാറ്റി വെക്കാവുന്ന തിരക്കുകളെ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. അന്ന് നമ്മൾ തിരക്കണമെന്ന് കരുതി മാറ്റിവെച്ചവർ അവരുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നമ്മളെ മാറ്റിവെച്ചിട്ടുണ്ടാകും. എങ്ങനെയുള്ള ജീവിതമാണോ നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ എത്ര വലുതാണോ അത്രയും കഠിനമായി തന്നെ പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങൾ വെറും ഒരു മനുഷ്യനാണ് എന്ന കാര്യം മറക്കരുത്. ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകും. പക്ഷേ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ സ്റ്റക്കാകരുത്. കരയാൻ തോന്നുന്നു എങ്കിൽ കുറച്ചു നേരം കരയുക. എന്നിട്ട് വീണ്ടും ലക്ഷ്യത്തിലേക്ക് നീങ്ങുക. നമുക്ക് ലഭിച്ചിട്ടുള്ള ചെറിയ ചെറിയ അനുഗ്രഹങ്ങളിൽ പോലും നന്ദിയുള്ളവരായിരിക്കുക. നമുക്ക് എന്തൊക്കെ ഇല്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്തൊക്കെ ഉണ്ട് എന്ന് ചിന്തിക്കുക. അപ്പോൾ ഹൃദയം അസ്വസ്ഥത ആവുകയില്ല. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക. നമ്മളെ മനസ്സിലാക്കുക. നമ്മുടെ കുറവുകൾ മനസ്സിലാക്കുക. ജീവിതത്തിൽ വീണുപോയാൽ അതിലും ശക്തിയായി എഴുന്നേൽക്കുക. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അത് ഒരു ഉത്തരവുമല്ല. അത് ഒരിക്കലും ഒരു പോംവഴിയും അല്ല. ആത്മഹത്യയെ ഒരിക്കലും ജയിക്കാൻ അനുവദിക്കരുത്. ഒന്ന് മനസ്സിലാക്കുക. ഈ ലോകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിനെല്ലാം തീർച്ചയായും ഉത്തരവും ഉണ്ട്. അത് നമ്മൾ കണ്ടെത്തണം എന്ന് മാത്രം. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ നമുക്ക് ഈ ദുർവിധിയെ പരാജയപ്പെടുത്താം. ഏറ്റവും നന്നായി പലരുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്ന പലരും അവരുടെ സ്വന്തം ജീവിതത്തിൽ ആരെക്കൊണ്ടും പരിഹരിക്കാൻ പറ്റാത്തത്രയും പ്രശ്നങ്ങൾ ചുമക്കുന്നവരായിരിക്കും. നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ ഒന്നുമല്ലെന്ന് മനസ്സിലാകുന്നത് സന്തോഷം കണ്ട പല മുഖങ്ങൾക്കും സങ്കടം നിറഞ്ഞ ഹൃദയങ്ങളുണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ്. കൈ അറ്റുപോയ വേദനയോളം വരില്ലല്ലോ കയ്യിലൊരു മുള്ളു കുത്തിയതിന്. വിശ്വസിച്ചാൽ നിശബ്ദതയെപ്പോലും മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ വിശ്വാസം ഇല്ലെങ്കിൽ ഓരോ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും. വിശ്വാസമെന്നത് ബന്ധങ്ങളുടെ ആത്മാവാണ്.